നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഞാൻ പുറത്തുവിട്ടത്. അത് ശരിവെക്കുന്ന വിധത്തിൽ തന്നെ ആണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ ഓഫീസ് മാനേജറായി നിയമിതയായ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്നു, ജോലി സ്ഥലത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ആ വനിത എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് തുറന്ന കത്തയച്ചു. ആ കത്തിൻ്റെ പകർപ്പ് നമുക്ക് ലഭിക്കുകയും പിന്നീട് ആ വനിതയുമായി ഞാൻ ഫോണിൽ സംഭാഷണം നടത്തുകയും വനിത കൃത്യമായി പറയുകയുണ്ടായി. ട്രഷററിൻ്റെ ഭാഗത്തു നിന്നും ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും തനിക്ക് വളരെ മോശമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്ന് കൃത്യമായി പറഞ്ഞു. ജനറൽ സെക്രട്ടറി അവരോട് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, ട്രഷറിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നൊക്കെയാണ് അന്ന് എന്നോട് ഫോണിൽ പറഞ്ഞത്. അത് കൃത്യമായി തന്നെ ശരിവെക്കുന്നു. കാരണം ഈ ട്രഷറിൻ്റെ ഭാഗത്തു നിന്നും വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം രാത്രി സമയങ്ങളിൽ ഫോൺ വിളിക്കുക, രാത്രി സമയത്ത് മെസ്സേജുകൾ അയക്കുക, ഇതൊക്കെ ഓഫീസ് കാര്യങ്ങളെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. സൺഡേ അവധിയാണെങ്കിൽ പോലും വിളിച്ചു വരുത്തി ചായ അവിടെ വരുന്നവർക്ക് ചായ വെച്ച് നൽകാൻ ഇവിടെ നിന്ന് ഭീഷണിപ്പെടുത്തും. അങ്ങനെ വലിയ രീതിയിൽ മെൻ്റലി ഹരാസ്മെൻറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ആ സ്ത്രീ, ആ വനിത എന്നോട് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന് പരാതി നൽകി. കാരണം അമ്മയിൽ പരാതിപ്പെട്ടിട്ട് യാതൊരു ഗുണവും ഉണ്ടാകാത്ത കാര്യത്തിലാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷന് ഇന്നലെ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ കൃത്യമായി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ജോലി സ്ഥലത്ത് പീഡനവും ഇരയാക്കലും, എൻ്റെ ജോലിക്കിടെ അസോസിയേഷൻ്റെ ചില ഭാരവാഹികളിൽ നിന്നും എനിക്ക് ഭീഷണിയും ശത്രുതാപരമായ പെരുമാറ്റം, അപമാനം, വാക്കാലുള്ള പീഡനം എന്നിവ നേരിട്ട് വന്നു എന്നാണ് പറയുന്നത്. അത് പരാതിയിൽ ഇതാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് തെളിവുകളുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ട്രഷററുടെ പെരുമാറ്റത്തെക്കുറിച്ച് ജനറൽ സെക്രട്ടറിയുടെ മുമ്പിൽ പിന്നീട് പ്രസിഡൻറ്റിൻ്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും മുമ്പാകെയും ഞാൻ പരാതി ഉന്നയിച്ചപ്പോൾ എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ കൂടുതൽ ശത്രുതാ സമ്മർദ്ദവും നേരിടേണ്ടിയായി വന്നു. ഈ കാര്യങ്ങൾ പരാതി പറഞ്ഞപ്പോഴുള്ള അവസ്ഥയാണ്. ജനറൽ സെക്രട്ടറി പറഞ്ഞ ഭീഷണിയാണ്, പിരിച്ചുവിടണം. അങ്ങനെയാണ് ജോലിയിൽ തുടരുന്നതിന് കാരണത്തെക്കുറിച്ച് എന്നെ ആവർത്തിച്ച് ചോദ്യം ചെയ്തു. രാജിവെക്കാൻ നിർബന്ധിതയാക്കാൻ ഉദ്ദേശിച്ചുള്ള അപമാനകരമായ പരാമർശങ്ങളിൽ വിധേയാക്കി. രാജിവെച്ച് വേണം, അതിന് അപമാനകരമായ, അപ്പോൾ വളരെ മോശമായ രീതിയിൽ ഉള്ള വാക്കുകളാണ് ഇവരുടെ ഭാഗത്തിൽ നിന്നുണ്ടായെന്നതിൻ്റെ ഏറ്റവും വലിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ട് പരാതിയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2023 ഏപ്രിൽ 30 അമ്മയുടെ ജനറൽ സെക്രട്ടറി മാത്രം ഒപ്പിട്ട പ്രൊഫഷണൽ കാലയളവിൽ തൊഴിൽ അവസാനിപ്പിക്കൽ എന്ന തലക്കെട്ടിൽ ഒരു കത്ത് എനിക്ക് ലഭിച്ചു. ഈ പിരിച്ചുവിടൽ കത്താണ് അന്ന് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു വനിതയോട് അമ്മയുടെ ഭാരവാഹികൾ ഇങ്ങനെ ട്രഷറർ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കാണിച്ചിട്ടുള്ള ഏറ്റവും മോശമായ പ്രവണതയാണ്. ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പർമാരൊക്കെ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ സരയു ഒരു ഓൺലൈൻ മാധ്യമങ്ങളോട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് മനസ്സ് തുറന്ന് തന്നെ ആ സരയു പറയുകയുണ്ടായി. അതാണ് ആർജവത്തോടുകൂടി സരയു രംഗത്ത് വന്ന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇതിനിടയിൽ പ്രസിഡന്റ് ഒന്നും അറിയിക്കാതെയാണ്, ഇതാണ് പ്രസിഡന്റ് ശ്വേതാ മേനോനെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കുന്നില്ല. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ട്രഷററായ ഉണ്ണീഷ് ശിവപാലും ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വറുമാണ്. അപ്പോൾ പ്രസിഡൻറ്റിനെ അവിടെ നോക്കുകുത്തിയായി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രസിഡന്റ് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇതോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് പ്രസിഡന്റ് റൂം തുറക്കാനുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരാളുടെ തുറന്ന കത്ത് പ്രസിഡന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് കത്ത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിടുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. വളരെ ഗുരുതരമായ ഒരാരോപണം ട്രഷറിൻ്റെ പേരിലും ജനറൽ സെക്രട്ടറിയുടെ പേരിലും അവിടെ സ്റ്റാഫ് തന്നെ ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവർ അധികാരത്തിൽ തുടരാൻ കഴിയുമോ എന്നൊക്കെ എനിക്കറിയില്ല. അതൊക്കെ ഇവരുടെ ബയലോ വെച്ചും ഇവരുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നുമാണ് തീരുമാനിക്കാൻ. അപ്പോൾ അത്രയും മോശമായ പ്രവണതയാണ് ഉണ്ണീഷ് ശിവപാൽ എന്ന് പറഞ്ഞ ട്രഷറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ. അതിന് കൂട്ടുനിന്ന് വനിതകളെ സംരക്ഷിക്കുമെന്ന് കോരെ പ്രസംഗിച്ച് നടക്കുന്ന കുക്കു പരമേശ്വരൻ കൂട്ടുനിന്നിരിക്കുന്നു. വനിതകൾക്ക് വേണ്ടി വനിതയെ സംരക്ഷിക്കാനുള്ള നടപടിയുമായിട്ട് താരസംഘടന അമ്മ പോകുമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ പുറത്താക്കിയില്ലെങ്കിൽ അമ്മയ്ക്ക് വലിയ പേരുദോഷം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ആർജവത്തോടു കൂടി പ്രസിഡന്റ് രംഗത്ത് വരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രസിഡന്റ് ആർജവത്തോടുകൂടി രംഗത്ത് വരും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം പ്രസിഡന്റിനെ ഒന്നും അറിയിക്കാതെ പ്രസിഡന്റിൻ്റെ ഒരു സൈഡിൽ ഒതുക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്മിപ്രിയയും ആയുള്ള ഒരു വിഷയത്തിൽ ഫോൺ സംഭാഷണത്തിൽ ഒരു അന്വേഷണ കമ്മിറ്റി വയ്ക്കുകയും അതിൻ്റെ ചെയർമാനായിട്ട് ട്രഷറർ ഉണ്ണീഷ് ശിവപാലിനെ വെച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിലൊക്കെ എങ്ങനെ ഒരു വനിത പോയി ഇരിക്കും? ഈ രീതിക്കാണെങ്കിൽ
അതൊക്കെയാണ് ഇതിലത്തെ ഒരു ഇരട്ടത്താപ്പ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വലിയ ചർച്ചയാവുന്നുണ്ട്. അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു. എന്നാൽ എക്സിക്യൂട്ടീവ് യോഗം കൂടാൻ സമയമില്ല എന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു. ജനറൽ സെക്രട്ടറിക്ക് ഒരു സമയം വരുമ്പോൾ പ്രസിഡന്റ് വേണമെന്ന് പറഞ്ഞു. ജനറൽ സെക്രട്ടറി ഞാനിവിടെ ഇല്ല എന്ന് പറയുന്നു. കഴിഞ്ഞ കുറേ നാളുകളായ രാത്രി സമയങ്ങളിൽ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നു. ഓഫീസിനൊരു സമയമുണ്ട്. ഇത്ര വർഷങ്ങൾക്കകം ഈ അമ്മ ഓഫീസിനൊരു സമയ കൃത്യത ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, രാത്രി കാലങ്ങളിൽ ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ചോദ്യം ചെയ്യേണ്ട നിലയിലേക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അറിയുന്നു. ഒരു എക്സിക്യൂട്ടീവ് അംഗങ്ങളും അറിയാതെയാണ് ഇത്തരം ടെർമിനേഷൻ ലെറ്ററുകൾ കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ഇരുന്ന ഒരു സെക്യൂരിറ്റിയെ പുറത്താക്കി, അടുത്ത സെക്യൂരിറ്റിയെ ലക്ഷ്മിപ്രിയയ്ക്കെതിരെ ഒരു ആരോപണം വേണം എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയെ സമീപിച്ചതായി അറിയുന്നു. ലക്ഷ്മിപ്രിയയ്ക്കെതിരെ അല്ല, ഇപ്പോഴത്തെ സ്റ്റാഫിൻ്റെ, ഈ വനിതാ സ്റ്റാഫിനെതിരെ എന്തെങ്കിലും ഒരു തെളിവ് വേണമെന്ന് ഇപ്പോഴുള്ള സെക്യൂരിറ്റിയുടെ അടുത്ത് ആവശ്യപ്പെടുക. അപ്പോൾ സെക്യൂരിറ്റി ഞാനൊരു പട്ടാളക്കാരനായിരുന്നു, ഞാൻ കളവ് പറയില്ല എന്ന് പറഞ്ഞു എന്ന് എനിക്ക് വിവരം കിട്ടുന്നു. അങ്ങനെ എന്തൊക്കെ രീതിക്കുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തു വരുന്നത് എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുന്നു. എന്തായാലും അടുത്ത ഈസിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വരും. ഇത്രയും ഒരു പോലീസ് പരാതിയിൽ ഉള്ള ഒരാൾ, കഴിഞ്ഞൊക്കെ പോലീസ് പരാതിയിലുള്ള മത്സരിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ് വീരവാദ്യം മുഴക്കിയവരൊക്കെ ഉണ്ട്. അവരൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. അവരുടെ ഒന്നും ശബ്ദം പോലും ഇവിടെ കേൾക്കുന്നില്ല. അവരൊക്കെ രംഗത്ത് വരുന്നു. താരസംഘടന അമ്മ അത്രയും ആളുകളുടെ കണ്ണീരൊപ്പുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയാണ് ചില ആളുകൾ. പക്ഷെ ആ സംഘടന കൊണ്ട് ആശ്വാസമാകുന്ന നിരവധി താരങ്ങളുണ്ട്. അവരുടെ മനസ്സറിഞ്ഞ്, അവരുടെ കണ്ണുനീര് കണ്ട്, അവരുടെ സങ്കടം അറിഞ്ഞ് ഈ തലപ്പത്തിരിക്കുന്നവർ കുറച്ചുകൂടി മാന്യത കൂടി പ്രവർത്തിക്കണം. അത്രമാത്രം നല്ല പ്രവൃത്തി ചെയ്യുന്ന താരസംഘടനയാണ് ഈ മുന്നിൽ ഉള്ള ഭാരവാഹികൾ നയിച്ചിട്ടുള്ളത്. ആ ഭാരവാഹികൾക്ക് കളങ്കം വരുത്തുന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നതെന്ന് കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. ഉണ്ണി ശിവപാലും ജനറൽ സെക്രട്ടറി കുക്കും തുടരുമെന്ന് കാത്തിരുന്ന് കാണാം. മെമ്മറി കാർഡ് വിഷയത്തിൽ കുക്കു പരമേശ്വരനെതിരെ ഞാൻ വാർത്ത ചെയ്തതിൻ്റെ പേരിലാണ് എനിക്കെതിരെ വലിയ അലിഗേഷൻ ഉണ്ടാക്കാൻ കുക്കുവൊക്കെ ശ്രമിച്ചു. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു എന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ശ്വേതാ മേനോനെ എത്രമാത്രം അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, എത്രമാത്രം ഒതുക്കുന്നുണ്ടോ എന്നതിൻ്റെ തെളിവ് കൂടിയാണ് താൻ ഒന്നും അറിയുന്നില്ല, തന്നെ അറിയിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത എക്സിക്യൂട്ടീവ് യോഗം അടിയന്തരമായി ചേരണം. കഴിഞ്ഞ കത്തിൽ ഞാൻ പറഞ്ഞു, വനിത അയച്ച കത്തിൻ്റെ കോപ്പിയാണ്. പക്ഷേ അതിൽ എനിക്ക് പറയാൻ പാടില്ലാത്ത കുറേ ആളുകളെ ചേർത്ത്, പെണ്ണുകളെ ചേർത്ത്, അവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ ചേർത്ത് ആണുങ്ങളും പെണ്ണുങ്ങളുമായുള്ള പേരുകൾ പരാമർശിച്ച് ഇവർ പറയുന്നത് താൻ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അത് വളരെ മോശമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആരാധിക്കുന്ന പല ആളുകളുടെയും പേര് വെച്ച് വളരെ രീതിക്ക് മോശമില്ല. ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ വെച്ചും എക്സിക്യൂട്ടീവ് മെമ്പർമാരുള്ള പെണ്ണുങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ മോശമായിട്ട് ഈ ഉണ്ണി ശിവപാലും കുക്കു പരമേശ്വരനും സംസാരിച്ചു എന്ന് ഈ പരാതിക്കാരി പറയുന്നുണ്ട്. ആ പരാതിക്കാരി അത് എനിക്ക് കിട്ടിയ കത്തിൽ പറയുന്നുണ്ട്. അതിനെല്ലാം തെളിവുകളുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ പോലീസിൽ എനിക്ക് സംരക്ഷണം വേണം, എനിക്കവിടെ ജോലി ചെയ്തേ പറ്റൂ, എനിക്ക് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. എന്നാൽ മൊഴിയെടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുമെന്നും പരാതിക്കാരി പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പരാതിക്കാരി അത് പറയുകയും ചെയ്യും. ഇതിന് ശേഷമായിരിക്കും നടപടിയുമായി മുന്നോട്ട് പോവുക. ഒരു കാരണവശാലും ഇവർക്ക് ഇതിൽ തുടരാനുള്ള യോഗ്യതയില്ല എന്ന് പല എക്സിക്യൂട്ടീവ് മെമ്പർമാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചില എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഇനി ഞാൻ അങ്ങോട്ട് വരുന്നേ ഇല്ല എന്ന് തന്നെ പറഞ്ഞ എക്സിക്യൂട്ടീവ് മെമ്പറുണ്ട്. ഇത്രയും നാണക്കേടുണ്ടായ സംഘടനയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നില്ല എന്ന് പറയും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, താരസംഘടന അമ്മയുടെ കമ്മിറ്റി മെമ്പർമാർ മാന്യത കാണിക്കണം. താരസംഘടന അമ്മ എന്ന് പറയുന്ന പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല പ്രവൃത്തി, വീട് വെക്കുന്ന പരിപാടി, കൈനീട്ടം നൽകുന്ന പരിപാടി, എനിക്കറിയാം ഓണക്കിറ്റുകളൊക്കെ കൊടുത്ത കാര്യങ്ങളൊക്കെ അറിയാം. കൈലാഷിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഓണക്കിറ്റുകൾ നൽകി. പക്ഷെ അതിനുശേഷം ഒരു ഈദ് കിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും കിട്ടാത്ത ഒരു കാര്യങ്ങളുണ്ട്. അതിന് വാശിക്ക് നടത്തി എന്തൊക്കെ ഇവർ നടത്തുന്നുണ്ടോ അതെല്ലാം നല്ല പ്രവൃത്തികൾ നല്ലതായിട്ട് തന്നെ ചൂണ്ടിക്കാട്ടും. ട്രഷറിന് ഒപ്പിടാൻ പോലും തെറ്റുന്നു, ചെക്കിൽ തുക എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഈ മാനേജർക്കെതിരെ ഗുരുതര ആരോപണമായി വന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത്.